السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്ന വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ താമസിക്കുന്ന സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റ, നീ വായിക്കുക എന്ന ശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പനയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത്. അറബികളുടെ ചരിത്രം വിശദീകരിക്കുന്ന ചില പാശ്ചാത്യരായ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്, അറേബ്യയുടെ ചരിത്രം പരിശോധിച്ചാൽ എവിടെയും വലിയൊരു ഉന്നതി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു മാറ്റം അറേബ്യയിൽ വിജ്ഞാനപരമായി, വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം തന്നെ അറേബ്യയിൽ നടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത് എന്ത് എന്നത് ഈ പറയുന്ന പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഖ്റ, നീ വായിക്കുക എന്ന ആ കൽപ്പനയായിരുന്നു അറേബ്യയിൽ വലിയ മാറ്റങ്ങൾക്ക് വിത്ത് വിതച്ചത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അറിവിനും പഠനത്തിനും ഏറെ പ്രാധാന്യം മുസ്ലിമീങ്ങൾ നൽകിയതും ഒരുപാട് സേവനങ്ങൾ അത്തരം വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർക്ക് നൽകാൻ സാധിച്ചതും വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വചനമായ ഇഖ്റ എന്നതിലൂടെയാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതം ആരംഭിക്കുന്നതും ഒരു ദിവസം ആരംഭിക്കുന്നതും അറിവ് അന്വേഷിച്ചുകൊണ്ടാണ്, അറിവ് എനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ മുസ്ലിമിൻ്റെയും രാവിലകൾ ആരംഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അതായത് ഒരു മുസ്ലിമിന് തൻ്റെ ജീവിതത്തിൽ 3 ലക്ഷ്യങ്ങളാണുള്ളത് എന്നാണ്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യമാണ് അറിവ് നേടുക, ഉപകാരപ്രദമായ അറിവ് ലഭിക്കണം എന്നുള്ള തേട്ടമാണ്. രണ്ടാമത്തേത്, നമ്മൾ നേടുന്ന ഉപജീവന മാർഗം റിസ്ക് എന്നത് അത് ഹലാലായിരിക്കണം, അത് ത്വയ്യിബായിരിക്കണം, ഏറ്റവും നല്ല സമ്പാദ്യമാകണം. മൂന്നാമത്തേതോ, നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ആ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. അപ്പം നമ്മുടെ ഒരു ദിവസം, ആ ദിവസം ഈ 3 കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകണം എന്നാണ്. പക്ഷേ പൊതുവെ ആളുകളിൽ ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യാറുള്ളത്, ചുരുങ്ങാറുള്ളത് എന്നാണ്. റിസ്ക് നേടുന്നതിൽ എന്ത് ചെയ്യും, എല്ലാ ആളുകളും അവരുടെ ദിവസം കഴിച്ചു കൂട്ടും. എന്നാൽ അറിവ് വർദ്ധിക്കുകയോ അതല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ആളുകൾ വളരെ തുച്ഛമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിവ് പഠിക്കാൻ വേണ്ടി ഏറെ താല്പര്യപ്പെടുന്ന, അറിവിൻ്റെ വിഷയത്തിൽ അവരുടെ സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം ചെലവഴിക്കുന്ന ആളുകളാണ് മതവിദ്യാർത്ഥികളും പ്രത്യേകിച്ച് പണ്ഡിതന്മാരും. അവരുടെ മിക്ക സമയവും, അവരുടെ സമയത്തിൻ്റെ പകുതിയിലധികവും അവർ ചെലവഴിക്കുന്നത് ദീന് പഠിക്കാനും ആ ദീന് പ്രചരിപ്പിക്കുവാനും ആ ദീൻ എല്ലാ ആളുകളിലേക്ക് എത്താനുമുള്ള പരിശ്രമമാണ് പണ്ഡിതന്മാർ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതി പ്രാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. ഷെയ്ഖ് മിർബാസ് റഹിമഹുല്ലക്ക് ശേഷം നീണ്ട 26 വർഷം സൗദിയിലെ ഉന്നത സഭയായ ലജ്നത്തു ദാഇമയുടെ ഗ്രാൻഡ് മുഫ്തിയായിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് എന്നാണ്. ഏകദേശം 26 വർഷമാണ്. 26 വർഷം നീണ്ടു നിന്ന കാലയളവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും തന്നെ പറയാനില്ല എന്ന്.
അദ്ദേഹത്തിൻ്റെ മരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപജയമാണ്. ഏറ്റവും വലിയ പേടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് പോലെ, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കളെ പിടിച്ചുകൊണ്ടാണ്, ഉലമാക്കളുടെ മരണത്തോടു കൂടിയാണ് അറിവ് ഉയർത്തപ്പെടുക എന്ന്. അതായത് എത്ര തന്നെ പുസ്തകങ്ങൾ ബാക്കിയായാലും, എത്ര തന്നെ ശർഈയായ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടാലും അതൊന്നും ഒരു പണ്ഡിതന് സമാനമാവുകയില്ല എന്ന്. ഏത് പുസ്തകമുണ്ട് എങ്കിലും ആ പുസ്തകം വായിച്ചു കൊടുക്കേണ്ട ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ കൈകാര്യം ചെയ്തു കഴിഞ്ഞാലേ യഥാർത്ഥ അറിവ് ആളുകളിലേക്ക് ലഭിക്കുള്ളൂ എന്നാണ്. അങ്ങനെയല്ല എങ്കിൽ അവിടെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാലൻ. അങ്ങനെ ഒരു പണ്ഡിതനും ബാക്കിയാവൂല. എല്ലാ പണ്ഡിതന്മാരും എന്ത് ചെയ്യും? മരണപ്പെട്ടു പോകുന്ന. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ജനങ്ങൾ ജാഹിലീങ്ങളെ, ഒരു അറിവുമില്ലാത്ത ആളുകളെ ജനങ്ങൾ അവലംബിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ജനങ്ങൾ അവരെ നേതാവാക്കും. ജനങ്ങൾ അവരെ പണ്ഡിതന്മാരായി കാണുന്ന അവസ്ഥ ഉണ്ടാകും. ഫസുഇലു, അങ്ങനെ അവർ ചോദിക്കപ്പെടും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അവരോട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കും, ഫത്വ എന്നോണം. അവരെന്ത് ചെയ്യും? ഒരു ഇൽമുമില്ലാതെ, ഒരു അറിവുമില്ലാതെ, അന്വേഷണമോ പഠനമോ ഒന്നുമില്ലാതെ എന്ത് ചെയ്യും? ഫത്വ കൊടുക്കും. എന്താ ഉണ്ടാകാൻ പോവുക? ഫദല്ലു വ അദല്ലു, അവരും വഴിപിഴക്കും. ആർക്കാണോ അവർ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് അവരെയും വഴിപിഴപ്പിക്കും എന്നുള്ളതാണ്. ഇതാണ് ഉലമാക്കളുടെ മരണത്തോടുകൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പണ്ഡിതനും മരണപ്പെടുമ്പോൾ അതിയായ ഭയം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് മതവിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. ഉലമാക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്തിനോടൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാൻ ഏറെ ഉത്സാഹത്തോടു കൂടി അവരുടെ സമയം ചെലവഴിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് ഓരോ മതവിദ്യാർത്ഥികളും കടന്നു പോകുന്നത്. ഒരു സമയം പോലും വെറുതെ ഇരുന്ന് അലസരായിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. സമൂഹത്തിൽ നിലകൊള്ളുന്ന ഓരോ മുസ്ലിമിനും, ഓരോ സാധാരണക്കാരനായ മുസ്ലിമിനുമുള്ള ബാധ്യതയാണ് പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നത്. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്, ഞാൻ മതം പഠിക്കുന്ന ആളൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് യാതൊരു ബാധ്യതയുമില്ല എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഓരോ മഹല്ല് തോറും ആ ബാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു പണ്ഡിതനെ വാർത്തെടുക്കുക എന്നത് അതത് നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർളു കിഫായാണ്. അതിനാരും മുതിരുന്നില്ല എങ്കിൽ എല്ലാ ആളുകളും എന്ത് ചെയ്യും? കുറ്റക്കാരാകും. എല്ലാ ആളുകളും കുറ്റക്കാരാകും. അതുകൊണ്ട് എല്ലാ സാധാരണക്കാരൻ്റെയും മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഒരു പണ്ഡിതൻ ഉണ്ടാകണം. ആ പണ്ഡിതൻ ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെയാണോ അവന് വേണ്ടി നമുക്ക് സഹായിക്കാൻ സാധിക്കുക, ആ സഹായങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരാൾ ഉണ്ടാകണം എന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. ആ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ആ സ്വപ്നത്തിന് വേണ്ടി എന്തൊക്കെ സഹായങ്ങളാണോ നമുക്ക് ചെയ്യാൻ പറ്റുക, ആ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കണം എന്നുള്ളതാണ്. അതായത് പണ്ഡിതന്മാരിലൂടെ മാത്രമേ നമുക്ക് ഇസ്ലാമിൻ്റെ സൗന്ദര്യം തിരിച്ചറിയാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇസ്ലാമിന് വല്ലാത്ത സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥ പണ്ഡിതന്മാരുടെ കൂടെ സഹവസിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾക്ക് ഇസ്ലാം ഏറെ ഭംഗിയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ സൗന്ദര്യം അങ്ങേയറ്റാണ്. ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല? തിരിച്ച് ജാഹിലിയത്തിലേക്ക് മടങ്ങണമെന്ന് ഒരു നിമിഷം പോലും അവർ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ്. കാരണം എന്തുകൊണ്ടാണ്? അത്രയും ഭംഗിയായിരുന്നു ഇസ്ലാമിന് ഉണ്ടായിരുന്നത് എന്നാണ്. അവര് എവിടെ നിന്നാണ് ഇസ്ലാമിന്റെ ഭംഗി പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. കാരണം നബിയുടെ സ്വഭാവം അത്രയും ഉന്നതമായിരുന്നു. നബിയുടെ ഓരോ പ്രവർത്തനങ്ങളും, നബിയുടെ ഓരോ ഇടപാടുകളും, നബിയുടെ കുടുംബത്തോടുള്ള മര്യാദകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരനോട് സംസാരിക്കുന്ന രീതി, അഅറാബികളോട് സംസാരിക്കുന്ന രീതി, ഭാര്യമാരോടുള്ള പെരുമാറ്റം, അപ്പൊ ഇതൊക്കെ സഹാബാക്കൾ കാണാൻ, ഇതൊക്കെ സഹാബാക്കൾ കണ്ടിട്ട് സഹാബാക്കൾക്ക് ബോധ്യപ്പെടാൻ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇത്രയും ഭംഗി ഇസ്ലാമിനെ
വാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സൗന്ദര്യത്തെ ഉൾക്കൊണ്ടവരാണ് യഥാർത്ഥ സ്വഹാബാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സ്വഹാബാക്കൾ സൗന്ദര്യത്തെ ഉൾക്കൊണ്ടത് റസൂലിന്റെ ജീവിതത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആസ്വാദനം, അതൊക്കെ കൃത്യമായി ലഭിക്കണമെങ്കിൽ യഥാർത്ഥ ഉലമാക്കളുടെ ജീവിതം എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. അതിനേക്കാൾ ഉപരി യഥാർത്ഥ ഉലമാക്കളുടെ കൂടെ ജീവിക്കാൻ, സഹവസിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഉലമാക്കളെ വാർത്തെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നതാണ് ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നാൽ അതേ സമയത്ത് ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ വളരെ മോശമായ വ്യക്തിയായി കഴിഞ്ഞാൽ സമൂഹം നാശത്തിലാകുന്ന അവസ്ഥ ഉണ്ടാകും. ഫസാദുൽ ആലിമി ഫസാദുൽ ആലം. ആലിമിന്റെ ഫസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആലിമ് മോശക്കാരനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ഫസാദാണ് എന്നുള്ളതാണ്. ഫസാദുൽ ആലിമി ഫസാദുൽ ആലം. ഒരു ആലിമ് മോശമായാൽ ലോകം മൊത്തം ചെയ്യും, മോശമാകും. കാരണം ആലിമ് എന്നത് അദ്ദേഹത്തിൽ നിന്നാണ് ആളുകൾ ദീന് പഠിക്കേണ്ടത്. അദ്ദേഹത്തെയാണ് ആളുകൾ എന്ത് ചെയ്യുക? വലിയ ആളായി അവലംബിക്കപ്പെടുന്ന ആ സമൂഹത്തിലെ ഉത്കൃഷ്ടനായ വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരു തിന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ എന്താ മനസ്സിലാക്കുക? ഇതാണ് ദീന് എന്നാണ് മനസ്സിലാക്കുക. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് നല്ല ഇബാദത്തുകൾ ഉണ്ടാകുന്നു. ആളുകളോട് പെരുമാറുന്ന സന്ദർഭത്തിൽ തന്നെ വളരെ ഭംഗിയോട് കൂടിയിട്ടാണ് അദ്ദേഹം പെരുമാറുന്നതെങ്കിലോ നമുക്ക് വല്ലാത്ത ആകൃഷ്ടം ദീനിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ നടക്കാൻ എന്ത് ചെയ്യും? പരിശ്രമിക്കും. ചില സൗദിയിലുള്ള ഉലമാക്കളൊക്കെ നമ്മൾ അവരെ ദൂരത്തു നിന്നാണ് കാണുന്നത്, ഓൺലൈനിലൂടെയാണ് കാണുന്നത്, അവരുടെ പെരുമാറ്റം, അവരുടെ ഇടപാടുകൾ. എന്നിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വല്ലാത്ത ആകർഷണീയത അതിൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് നേരെ തിരിച്ചായി കഴിഞ്ഞാൽ ആളുകൾ നാശത്തിലാകുന്ന അവസ്ഥ ഉണ്ടാകും. ദീനിൽ നിന്ന് ഒരുപാട് ആളുകൾ തെറ്റിപ്പോവുകയാണ്, നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു. അതേപോലെ മറ്റു ചില ഇസങ്ങളിലേക്കൊക്കെ ആളുകൾ പോവുകയാണ്. എന്താണ് അതിന്റെ പിന്നിൽ? എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ? പലതാണ്. അതിലൊരു കാരണമാണെന്ത്? മോശപ്പെട്ട ഉലമാക്കൾ. അറിവുണ്ടാകും, ആ അറിവനുസരിച്ച് എന്തുണ്ടാവൂല? ജീവിതത്തിൽ യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടാകൂല. അത്തരം ആളുകളുടെ ജീവിതം കണ്ടുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ദീനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? തെറിച്ചു പോകുന്നത്. ഇതാണ് ദീനിന്റെ അവസ്ഥ എന്നാണ് ചില ആളുകൾ പറയാം. പഠിച്ച ആളുകൾ തന്നെ ഇങ്ങനെയാണ്, പിന്നെന്താ ഇപ്പൊ ദീനിന്റെ അവസ്ഥ എന്ന് ആളുകൾ വിലയിരുത്തും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നമാ അഖാഫു അലാ ഉമ്മത്തി അൽ അഇമ്മത്തൽ മുദില്ലീൻ. ഞാൻ എൻ്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആളുകളെ തെറ്റിക്കുന്ന, ആളുകളെ വഴിപിഴപ്പിക്കുന്ന അഇമ്മത്തുകൾ, ഇമാമുമാരിൽ നിന്ന് ഞാൻ എൻ്റെ ഉമ്മത്തിന് ഭയപ്പെടുന്നു എന്നാണ്. എൻ്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നത് വഴി തെറ്റിക്കുന്ന ഉലമാക്കളെ തൊട്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ചില പുരോഹിതന്മാരുണ്ട്, ചില പണ്ഡിതന്മാരുണ്ട്, അവർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയെന്ന. അത് ദീന വിട്ടിട്ട് ദുനിയാവ് വാങ്ങാണ്, ദീന വിട്ടിട്ട് ദുനിയാവ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. യഥാർത്ഥ ദീനിലേക്കല്ല എന്ത് ചെയ്യുന്നത്? അവരാളുകളെ കൊണ്ടുപോകുന്നത്, മറിച്ച് മോശമായ ബിദ്അത്തുകളുള്ള ഷിർക്കുകൾ നിറഞ്ഞ ദീനിലേക്ക് എന്ത് ചെയ്യുന്നു? ആളുകളെ വഴി നടത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അത് യഥാർത്ഥ ദീനായിട്ട് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ നികൃഷ്ടരായ ആളുകൾ ഉലമാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചത്. എന്നാൽ ആലു ഷേഖിന്റെ ജീവിതം, അബ്ദുൽ അസീസ് ആലു ഷേഖിന്റെ ജീവിതം വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ വിഭിന്നമാണ്. ഒരു യഥാർത്ഥ പണ്ഡിതൻ എന്താണോ ആ പണ്ഡിതന്റെ ജീവിതം വളരെ കൃത്യമായി അബ്ദുൽ അസീസ് ആലു ഷേഖിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിലൂടെ അദ്ദേഹം എത്രത്തോളം ആസ്വാദനം നുകർന്നിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ വർഷം 1362 ദുൽഹിജ്ജ 3 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന് 8 വയസ്സാകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെടുന്നത് എന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് അദ്ദേഹത്തെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി അയക്കുകയും അദ്ദേഹത്തിനെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹനവും പ്രേരണയും ഒക്കെ നൽകിയത് ഉമ്മയായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം ഒരു 11 12 ആ ഒരു വയസ്സിന്റെ സന്ദർഭത്തിലാണ് അദ്ദേഹം പൂർണ്ണമായി ഖുർആൻ മനഃപ്പാഠമാക്കുകയാണ്. അതിനുശേഷം അന്ന് അവിടെ മുഫ്തിയായിരുന്ന ലജ്നത്തു ദായിമയുടെ
കീഴിലുള്ള ഉന്നത ഫത്വ ബോർഡിലെ ഗ്രാൻഡ് മുഫ്തിയായ ഇബ്രാഹിം ആലു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ അടുക്കലിൽ നിന്ന് കിതാബു തൗഹീദ്, സലാസത്തുൽ ഉസൂൽ, അൽ അർബഊൻ അന്നബവിയ്യ എന്നിങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പഠിച്ചു. ശേഷം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ നിന്ന് ഇൽമു സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഷെയ്ഖ് സാലിഹ് അൽ മുർഷിദ് എന്ന് പറയുന്ന പണ്ഡിതന്റെ അടുക്കലിൽ നിന്ന് വ്യാകരണം, അനന്തരാവകാശം, തൗഹീദ് എന്നിങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് ഷെയ്ഖുമാരെന്നുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യത്വം ഈ പറയുന്ന ആലു ഷെയ്ഖിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആലു ഷെയ്ഖിന്റെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ, അഗണ്യമായ പാഠങ്ങൾ ഇബ്രാഹിം ആലു ഷെയ്ഖ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് ഖുർആനിലൂടെ ജീവിച്ച വ്യക്തിയായിരുന്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല. അതായത് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു എന്നാണ്. നിത്യവും യാത്രയിലാകട്ടെ, ആളുകളുടെ കൂടെ നടക്കുമ്പോൾ, യാത്രയിൽ, അതേപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്നിങ്ങനെ ഒരു സമയമില്ല എന്നാണ്. അദ്ദേഹം വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും? ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് എല്ലാ 3 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുന്നുള്ളതാണ്. എല്ലാ 3 ദിവസം കൂടുന്തോറും. ഇത് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ആളുകളും സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ്. എല്ലാ 3 ദിവസം കൂടുമ്പോൾ. സഹാബാക്കളുടെ സ്വഭാവമാണത്. സഹാബാക്കൾ അങ്ങനെയായിരുന്നു എന്നാണ്. ഇദ്ദേഹത്തോട് മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അല്ല, എങ്ങനെയാണ് 3 ദിവസത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഖുർആൻ മൊത്തം ഓതി തീർക്കുക? നിങ്ങൾക്ക് പ്രയാസാകൂലേ, ബുദ്ധിമുട്ടാകൂലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറയുന്നത്, അഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു ദാവൂദ് യഖ്തിമു കുല്ല ലൈലതൈനി ലൈതനി മിസ്ലഹു. എന്നാൽ അഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു ദാവൂദ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം എല്ലാ രാത്രികളിലും, എല്ലാ 2 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഖുർആൻ ഖത്മ ചെയ്യാറുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, അത് സാധിക്കണില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് എന്ന്. 3 ദിവസത്തിൽ ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളുടെ, വ്യക്തിയുടെ, ഷെയ്ഖിന്റെ മനോഭാവം എന്താ? 2 ദിവസത്തിൽ എനിക്ക് തീർക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. അതാണ് ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ട കാഴ്ചപ്പാട് എന്നാണ്. പിന്നെയും പിന്നെയും എന്ത് ചെയ്യണം? നന്മകളിൽ മുന്നേറാനുള്ള ഒരു മനസ്സാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. 3 ദിവസം കൊണ്ട് ഖുർആൻ തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അള്ളാഹിന്റെ വലിയ തൗഫീഖാണ്, അള്ളാഹുവിന്റെ വലിയ ഫത്ഹാണ്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യൂല, അത് പറ്റൂല. പ്രത്യേകിച്ചും തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും സാധിക്കൂല എന്നുള്ളതാണ്. അപ്പൊ 3 ദിവസം കൊണ്ട് ഖത്തം തീർത്തു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് എത്ര ഖത്തമായിരിക്കും ഷെയ്ഖ് തീർക്കുക? അത്ഭുതമാണ്. ഇന്നങ്ങനെയുള്ള ആളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. വളരെ തുച്ഛമായിരിക്കും ഉണ്ടാകുക, വളരെ തുച്ഛമായ ആളുകൾ. അപ്പൊ ഖുർആനിനോട് അത്രയും ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. അത്രയും അത്ഭുതകരമായ ബന്ധമായിരുന്നു ഖുർആനുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായത്. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നത്തുകളും അദ്ദേഹം ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചിരുന്നു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ 3 ദിവസം കൂടുന്തോറും അദ്ദേഹം ഖുർആൻ ഓതി തീർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് എത്ര വലിയ പ്രോത്സാഹനമായിരിക്കും, വലിയ പ്രോത്സാഹനമായിരിക്കും. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യും? മാറ്റിമറിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരാളെ ഉണ്ടാക്കിയെടുക്കുക, അത് അങ്ങനെ ഒരാൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്, വളരെ അനിവാര്യമായ വിഷയമാണ്. ഷെയ്ഖിനെ കുറിച്ച് മറ്റൊരിക്കൽ അനുഭവം പറയുന്നത്, മഗ്രിബ് നിസ്കാര സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ പാരായണം ചെയ്യാറുള്ളത് ചെറിയ സൂറത്തുകളാണ് ഓതാറുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തൂർ എന്ത് ചെയ്തിരുന്നു? പാരായണം ചെയ്തിരുന്നു എന്നാണ്. അത്യാവശ്യം പേജുകളുണ്ട് സൂറത്തു തൂർ. ആ സൂറത്തും എന്ത് ചെയ്തിട്ടുണ്ട്? അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ഇമാമായിരിക്കെ മഗ്രിബിന് പാരായണം ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് സുന്നത്തിനോട് അത്രയും വലിയ കണിശത, പ്രത്യേകിച്ചും ഖുർആനിന്റെ വിഷയത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്നു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയോ പിന്നിലാണ്. അതായത് സ്വഹാബാക്കളിലേക്ക് തട്ടിക്കണ്ട, ആധുനികരായ സലഫികളുടെ കൂട്ടത്തിലുള്ള ഉന്നതന്മാരായ ഉലമാക്കളിലേക്ക് തട്ടിച്ചാൽ തന്നെ നമ്മുടെ വ്യത്യാസം മനസ്സിലാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ യഥാവിധം ഭയപ്പെടുന്ന ആളുകൾ അത് ഉലമാക്കളാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുമാത്രല്ല, ഒരു ആലിമിന് ആബിദിനേക്കാളും എത്രയോ വലിയ ഫضലുണ്ട് എന്നതിനും തെളിവാണെന്ത്? ഈ പറയുന്ന ഇത്രയും അധികം സമയം ഖുർആൻ അദ്ദേഹം ഓതിക്കൊണ്ടിരുന്നു എന്നുള്ളത്.
ഇനി നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റമദാനിൽ നമുക്കൊരു ഖത്തം തീർക്കാൻ സാധിക്കലുണ്ടോ? അതുപോലും സാധിക്കാത്ത ആളുകളുണ്ട്. റമദാനിൽ ഒരു ഖത്തം തീർക്കാൻ സാധിക്കാത്ത ആളുകൾ. ഇനി റമദാൻ കഴിഞ്ഞ് എത്ര മാസങ്ങൾ പിന്നിട്ടു? ഒരുപാട് മാസം കഴിഞ്ഞു. എന്നിട്ടും ഒരു ഖത്തം തീർക്കാൻ സാധിക്കാത്ത ആളുകൾ. ഒരു 10 മിനിറ്റ് ഖുർആനിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, റമദാനിന് ശേഷം മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ ഒരു 2 ഖത്തെങ്കിലും എന്ത് ചെയ്യും? തീരും എന്നുള്ളതാണ്. 10 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റിവെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 ഖത്തം വളരെ എളുപ്പത്തിൽ തീരും. പക്ഷേ ഒരു ഖത്തം പോലും എന്ത് ചെയ്യണില്ല, ചില ആളുകൾക്ക് തീരുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഭയങ്കര അനാസ്ഥയാണ്, നമ്മൾ വളരെ വലിയ അശ്രദ്ധയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പല പരാതികളുണ്ട്. ഈമാനില്ല, ഈമാനിന്റെ കുറവാണ്, ഒരുപാട് ഫിത്നകളാണ്, ദീനിൽ ആസ്വാദനം കിട്ടണില്ല. ഇതൊക്കെ ശരിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാരൻ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെയും ദീൻ വളരെ ഗൗരവത്തിലെടുത്തിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മൾ എത്രത്തോളം ദീന് ഗൗരവത്തിലെടുക്കുന്നോ അതിനനുസരിച്ച് ദീനിന്റെ ആസ്വാദനം വർദ്ധിച്ചു വരും. എന്നാൽ എത്രത്തോളം ലാഘവമാണോ ദീനിന്റെ വിഷയത്തിൽ കാണുന്നത് അതിനനുസരിച്ച് ആസ്വാദനം കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗൗരവം ദീനിന്റെ വിഷയത്തിലുണ്ട് എങ്കിൽ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ സഹായവും ദീനിൽ നിന്ന് ആസ്വാദനവും നമുക്ക് ലഭിക്കും എന്നത് തീർച്ചയാണ്, ഒരു സംശയമില്ല. ഇനി ഖുർആന്റെ വിഷയത്തിൽ തന്നെ ഖുർആൻ ഒരാവർത്തി ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ അർത്ഥം മൊത്തം പാരായണം ചെയ്ത് എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതും വളരെ തുച്ഛമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു നിയത്തായി കരുതേണ്ട ഒരു കാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഒരാവർത്തിയെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ സൂറത്തിൻ്റെയും ആശയം ഞാൻ മനസ്സിലാക്കും, അർത്ഥം ഞാൻ വായിച്ചെടുക്കും എന്നൊരു നിയത്തുണ്ടാകണം. ഹുദൻ ലിന്നാസ് ഹുദൻ ലിൽ മുത്തഖീൻ, ജനങ്ങൾക്കുള്ള സന്മാർഗം, മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ് എന്ന് പറഞ്ഞിട്ട് ഒരാവർത്തി പോലും ഖുർആൻ പൂർണ്ണമായി അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ തഖ്വയുള്ള ആളുകളാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണെന്നാണ് പറയുന്നത്. ആ മുത്തഖീങ്ങൾ പൂർണ്ണമായി പാരായണം ചെയ്യണ്ടേ? യഥാർത്ഥ മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? ഖുർആൻ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ അതിൻ്റെ ബാഹ്യമായ തലത്തിൽ നിന്ന് മാത്രമാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആശയ തലത്തിലേക്ക് ഇപ്പോഴും പല ആളുകളും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹ തന്നെ വളരെ കൃത്യമായി തജ്വീദോടുകൂടി ഓതാൻ അറിയുന്ന എത്ര ആളുകളുണ്ട്? അത് തന്നെ ഒരുപാട് തെറ്റിച്ചോതുന്ന ആളുകൾ, ഒരുപാടധികം തെറ്റിച്ചോതുന്ന ആളുകൾ, എന്തിനേറെ ഇമാമുകൾ വരെ തെറ്റിച്ചോതുന്ന ചില നാട്ടിലെ ഇമാമിങ്ങൾ വരെ ഉണ്ട്. അതൊക്കെ പോട്ടെ, ഇനി ആ ഫാത്തിഹ ഒരുപാട് കാലമായി പാരായണം ചെയ്യുന്നു, അതിൻ്റെ അർത്ഥം അറിയോ? അതിൻ്റെ ആശയം വളരെ കൃത്യമായി അറിയോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂറത്തുൽ ഫാത്തിഹ എങ്കിലും എവിടെ നിന്ന് നമ്മോട് ചോദിച്ചു കഴിഞ്ഞാലും അത് തഫ്സീർ ചെയ്യാൻ പറ്റുന്ന കോലത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എത്തണം. സൂറത്തുൽ ഫാത്തിഹ ഓരോ അക്ഷരങ്ങളും, അതിലെ ഓരോ പദങ്ങളും ഇന്നതാണ് അതിൻ്റെ ഉദ്ദേശം, ഇന്ന മുഫസ്സിർ, ഇന്ന തഫ്സീറാണ്, ഇന്ന വിശദീകരണമാണ് അതിന് നൽകിയിട്ടുള്ളത് എന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ വിഷയത്തിലെങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. മുൻഗാമികളായ മഹത്തുക്കളെ എടുത്തു കഴിഞ്ഞാൽ ഖുർആനിന്റെ വിഷയത്തിൽ അവർ വളരെ കണിശതയുള്ള ആളുകളായിരുന്നു. അവർക്കൊരു വിർദ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. വിർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിശ്ചിത ഭാഗം അവരെന്തായാലും എന്ത് ചെയ്യും? ഓതി തീർക്കും. നിശ്ചിത ഭാഗം. നമുക്ക് അങ്ങനെ ഒരു നിശ്ചിത ഭാഗം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? റമദാൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത ഭാഗം, ഒന്നുകിൽ ഞാൻ ഒരു 5 പേജ് എന്ത് ചെയ്യും എല്ലാ ദിവസവും ഓതും, അല്ലെങ്കിൽ ഒരു 10 പേജ് ഓതും. അങ്ങനെ ഒരു നിശ്ചിത ഭാഗം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. നമുക്ക് എല്ലാത്തിനും പ്ലാനിങ് ഉണ്ട്. നമുക്ക് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇത്ര ദിവസത്തിൽ തീരണം, ഇത്ര ദിവസത്തിലുള്ളതാണ് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായ സ്കെഡ്യൂളുകളുണ്ട്. എന്നാൽ ഖുർആനിന്റെ വിഷയത്തിൽ എവിടെയാണ് കൃത്യമായ ഒരു പദ്ധതി, കൃത്യമായ ഒരു പ്ലാനിങ്? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഖുർആന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വിശുദ്ധ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഖൗമി എൻ്റെ സമൂഹം ചെയ്തിട്ടുണ്ട്, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നാണ്. ഖുർആനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഖുർആനിനെ സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒന്ന്, ഖുർആൻ പാരായണം ചെയ്യണം. രണ്ടാമത്തേത്, പാരായണം ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത്, അതുകൊണ്ട് ശിഫ തേടണം എന്നുള്ളതാണ്. അതുകൊണ്ട്
ചികിത്സിക്കാൻ സാധിക്കണം. നാലാമത്തേത് അതുകൊണ്ട് അമല് ചെയ്യണം. ഈ 4 കൂടിക്കഴിഞ്ഞാലാണ് ഒരാൾ എന്ത് ചെയ്യുക, ഖുർആനിനെ സ്വീകരിച്ചവനാകുക എന്നാണ്. അതല്ലെങ്കിൽ എന്താകൂല, ഖുർആനിനെ സ്വീകരിച്ചവനാകൂല. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യും, ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ബാധ്യതകളാണ്. അതിന് ഒന്നാമത്തേതായി നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളതാണ്. ഖുർആന്റെ വിഷയത്തിൽ റബ്ബേ, ഖുർആൻ എന്ത് ചെയ്യണം, എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി മാറ്റണം എന്ന പ്രാർത്ഥനകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ഖുർആൻ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി മാറ്റണം എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. രണ്ടാമതായി ഷെയ്ഖിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, അറിവിനെ അതിയായി സ്നേഹിച്ച വ്യക്തിയാണ്. അറിവ് പ്രചരിപ്പിക്കുന്നതിനെ, അറിവ് നേടുന്നതിനെ, അറിവനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന വിഷയത്തിലൊക്കെ വളരെയധികം ഉത്സാഹം ഷെയ്ഖിനുണ്ടായിരുന്നു. ഷെയ്ഖിന്റെ ഒരു ചിത്രം 2014 ഒരു ചിത്രമുണ്ട്. അദ്ദേഹം വീട്ടിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ കിടക്കയിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിന് വയ്യ. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അടുക്കൽ നൂറുൻ അല ദർബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഫത്വയുടെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബെഡിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഷെയ്ഖ് കിടന്നിട്ട് എന്ത് ചെയ്യാണ്, ഫത്വ കൊടുക്കുകയാണ് എന്നുള്ളത്. അതായത് ആ സന്ദർഭത്തിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അറിവ് പ്രചരിപ്പിക്കുക എന്നതിൽ അവർ വളരെ കണിശരായിരുന്നു എന്നാണ്. അതുമാത്രമല്ല, ആ സന്ദർഭത്തിലും ഒരാൾക്ക് അറിവ് പ്രചരിപ്പിക്കണമെങ്കിൽ അതിനോടൊരു ഹുബ്ബുണ്ടാകണം. വെറുതെ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും ആ സമയത്ത് അറിവ് പ്രചരിപ്പിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവൂല. അറിവിനോട് അത്രയും വലിയ സ്നേഹവും അതിൽ അത്രയും വലിയ ആസ്വാദനവും എന്ത് ചെയ്തിരുന്നു, അവർ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിലും അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ഒരാൾ ആവശ്യപ്പെട്ടു വന്നപ്പോൾ അതിനെ നിരസിക്കാതെ, തടസ്സപ്പെടുത്താതെ ഫത്വ എന്ത് ചെയ്തത്, ആ സന്ദർഭത്തിലും കൊടുത്തത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അറിവ് പഠിക്കാൻ എത്ര ഉത്സാഹം കാണിച്ചിരുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അറിവ് പ്രചരിപ്പിക്കാൻ അത്രത്തോളം ഉത്സാഹം കാണിച്ചിട്ടുണ്ട് എങ്കിൽ പഠിക്കാൻ വേണ്ടി എത്ര താല്പര്യപ്പെട്ടിട്ടുണ്ടാകും. തൻ്റെ 20ാമത്തെ വയസ്സിൽ ഷെയ്ഖിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. 20ാമത്തെ വയസ്സിൽ ആദ്യം ഒരു കണ്ണ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ജനിക്കുമ്പോൾ തന്നെ പ്രശ്നം ഉണ്ടായത്. 20ാമത്തെ വയസ്സിലാണ് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. പിന്നീട് ഒന്നും അദ്ദേഹത്തിന് കാഴ്ചയില്ലാതെയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തീർത്തത് എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളയെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള ഉദ്ധരിക്കാൻ, ഇബ്തദ അബി മറലുൻ, ഷെയ്ഖ് പറയണം, എനിക്കൊരു രോഗം ബാധിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇന്ന മുതാലഅതക വ കലാമക ഫിൽ ഇൽമി യസീദുൽ മറൽ. ഇനി വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗം ചെയ്യും, വർദ്ധിക്കും. കാരണം പണ്ഡിതന്മാരുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിന്ത അറിവ് മാത്രമാണ്. അറിവ് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക, അതിലൂടെ ആളുകൾക്ക് തർബിയത്ത് കൊടുക്കുക, അതിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതിലപ്പുറം അവർ മറ്റൊന്നും ചെയ്യൂല, ചിന്തിക്കുകയില്ല എന്നാണ്. ദുനിയാവിന്റെ ഒരു ഓഹരികളിലും അവർക്ക് യാതൊരു വിഹിതവും ഉണ്ടാവൂല, യാതൊരു വിഹിതവും. ഇമാം അമീൻ അഷ്ശൻഖീത്തി റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന് കോയിനുകൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് കോയിനുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര രൂപയാണ് എന്ന് പോലും അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല എന്നാണ്. അത്രയും ജാഹിദായിട്ടാണ്, അത്രയും ദുനിയാവിനോടുള്ള വിരക്തിയോട് കൂടിയിട്ടാണ് ജീവിച്ചത്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനോട് അദ്ദേഹം പറയാണ്, ഇനി വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രോഗം വർദ്ധിക്കും. അതുകൊണ്ട് വായനയും പഠനവും പഠിപ്പിക്കലും ഒക്കെ എന്ത് ചെയ്യണം, കുറക്കണം എന്ന് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് ഷെയ്ഖ് കൊടുത്ത മറുപടി, ലാ അസ്ബിറു അൻ ദാലിക്, അതിനെ തൊട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാറി നിൽക്കാൻ പറ്റൂല. എനിക്ക് അതിൽ നിന്ന് ഒരു ക്ഷമ, അതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖിനോട് പറയാണ്, എന്നിട്ട് ഷെയ്ഖ് ഡോക്ടറോട് പറയാണ്, എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അലൈസത്തിൻ നഫ്സു ഇദാ ഫരിഹത് വസുറത് ഖവിയത്തി ത്വബീഅ. നഫ്സിന് സന്തോഷമുണ്ടായാൽ, ശരീരത്തിന് നല്ല സന്തോഷമുണ്ടായി കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് തന്നെ മടങ്ങുകയില്ലേ, രോഗം മാറുകയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതെ, പഴയ രൂപത്തിലേക്ക് എന്ത് ചെയ്യും, മാറും. നഫ്സിന് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ രോഗം എന്ത് ചെയ്യും, മാറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, ഫഇന്ന നഫ്സി തുസറു ബിൽ ഇൽം. എൻ്റെ നഫ്സിന് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുക, അറിവ് നേടുമ്പോഴാണ്, പഠിക്കുമ്പോഴാണ്, പഠിപ്പിക്കുമ്പോഴാണ്. ഫതഖ്വ ബിഹി ത്വബീഅ, എൻ്റെ ത്വബീഅത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിനൊരു നല്ല ഊർജം കിട്ടുന്നുണ്ട്. ഫഅജിദു റാഹതൻ, എനിക്ക് ഭയങ്കര റാഹത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി ഞാൻ അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വർദ്ധിപ്പിക്കുകയാണ് എന്ന് ഡോക്ടറോട് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് തൊബീബ് പറയുന്ന മറുപടി ഉണ്ട്, അൻ ഇലാജിന, ഇത് നമ്മുടെ ചികിത്സയുടെ ഭാഗമല്ല, നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ അങ്ങനെ ചെയ്തോളി എന്ന് എന്ത് ചെയ്തു, ഷെയ്ഖിനോട് പറഞ്ഞു എന്നാണ്. അപ്പൊ അവര് അതിൽ കണ്ടിരുന്ന ആസ്വാദനം അപ്പുറാണ്. ഇൽമിന് ഭയങ്കര ആസ്വാദനം ഉണ്ട്, ഇൽമിന് വല്ലാത്ത ആസ്വാദനം ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചില ആളുകൾ 24 മണിക്കൂറും
അതിൻ്റെ ഒരു പുസ്തകം കൊടുത്ത് ഒരു മൂലക്കിരുത്തിയാൽ എന്ത് ചെയ്യും, അത് തീരും വരെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത്രയും ആസ്വാദനം ഇൽമിനുണ്ട്. ഒരു പണക്കാരനെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുന്ന വിഷയത്തിൽ എത്ര ആസ്വാദനം ഉണ്ടോ അതിനേക്കാളും അപ്പുറമാണ് ഇൽമു നേടുന്ന ഒരു മതവിദ്യാർത്ഥിക്ക് ഇൽമിനോടുള്ള ആഗ്രഹവും അഭിനിവേശവുമെല്ലാം. ഇമാം ബുഖാരി റഹ്മഹുല്ലയെ കുറിച്ച് പറയുന്നത്, ഇമാം ബുഖാരി റഹ്മഹുല്ല തൻ്റെ സ്വഹീഹ് രചിക്കുന്ന സന്ദർഭത്തിൽ 20 പ്രാവശ്യത്തോളം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് എന്നാണ്. ഉറങ്ങാണ്, മനസ്സിലേക്ക് എന്തെങ്കിലും ഓർമ്മ വരും, പെട്ടെന്ന് എന്തെങ്കിലും ഫവായിദുകൾ ഓർമ്മ വരും, എഴുതി വെക്കേണ്ട കാര്യങ്ങൾ, എഴുന്നേൽക്കും, അത് എഴുതി വെക്കും. ഇബ്നു ഹജർ പറയാണ് 20 പ്രാവശ്യം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സന്ദർഭങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 2-3 പ്രാവശ്യം തന്നെ വല്ല ശബ്ദം ഉണ്ടായിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ നമ്മളെ അവസ്ഥ? പിന്നെ നമുക്ക് ഉറങ്ങാൻ തോന്നൂല. എന്നാൽ പിന്നെയും ഉറങ്ങുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു, പിന്നെയും ഉറങ്ങുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു. ഒക്കെ അറിവ് എൽമിന് വേണ്ടിയുള്ള സേവനങ്ങളാണ്. അള്ളാന്റെ ദീനിനെ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അവർ സമീപിച്ചത് എന്നാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറയാം? ഒരു അറിവിന്റെ സദസ്സിന് വേണ്ടി നമ്മെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. കാരണത്തിന്റെ വലിയ ലിസ്റ്റുകൾ ഉണ്ടാവും. ഇന്നടുത്ത് പോകാണ്ട്, ഇന്ന കല്യാണമുണ്ട്, അല്ലെങ്കിൽ ഇന്നടുത്ത് എന്തെങ്കിലും പരിപാടികളുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ആ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ ലജ്ജ തോന്നും. നമ്മൾ ആത്മാർത്ഥമായി വായിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകൂല, വെറുതെ ഒരുപാട് കാരണങ്ങൾ. അപ്പൊ പണ്ഡിതന്മാരൊക്കെ ഇത്രയും സഹിച്ച് ത്യാഗം ചെയ്ത് ഇൽമിനു വേണ്ടി അവരുടെ ജീവിതം തന്നെ ചെലവഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും സേവനങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അത് ഒന്നും വേണ്ട, ഒന്നിരുന്ന് കേട്ടാൽ മതി, അതിന് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സ് വെക്കുന്നില്ല എന്നുള്ളതാണ്. കേൾക്കാൻ പോലും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അറിവിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെന്തെങ്കിലും കാരണം തടസ്സമാകുന്നുണ്ട് എങ്കിൽ ആ കാരണമല്ല തടസ്സം, മറിച്ച് നമ്മുടെ മനോഭാവമാണ് തടസ്സം. നമുക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം എന്ത് ചെയ്യും, മാറ്റിവെക്കും. എല്ലാം നമ്മൾ മാറ്റിവെക്കും. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് മാറ്റിവെക്കണില്ല? നമുക്ക് അറിവല്ല പ്രധാനം, മറ്റു പല കാര്യങ്ങളുമാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, മാറ്റിവെക്കാത്തത്. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അറിവിന്റെ വിഷയത്തിൽ എന്ത് ത്യാഗമാണ് നമ്മൾ സഹിച്ചിട്ടുള്ളത്? അറിവിന്റെ വിഷയത്തിൽ എന്ത് ത്യാഗം നമ്മൾ സഹിക്കുന്നുണ്ട് എന്നുകൂടി എന്ത് ചെയ്യണം, നമ്മൾ ആലോചിക്കണം. ഉലമാക്കളുടെ വിഷയത്തിൽ അവർ ചെയ്ത യാത്രകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അവർ ചെയ്ത യാത്രകൾ, അറിവിന് വേണ്ടി ചെയ്ത യാത്രകൾ. നമുക്ക് ഇവിടുന്ന് ഒരു മാംഗ്ലൂർ ഒരു ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, എത്ര പോകണം മാംഗ്ലൂരോ, അന്ന് നമ്മളെ കൊണ്ട് നടക്കൂല. നമുക്ക് ഇവിടെ എന്തെങ്കിലും ദർശനം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കൂടാ എന്നാണ് നമ്മൾ പറയാം. അബൂ ഹാത്തിം അർ-റാസി റഹിമഹുല്ല 7 വർഷം യാത്ര ചെയ്തു എന്നാണ്. അറിവിന് വേണ്ടി 7 വർഷത്തോളം ഇങ്ങനെ യാത്ര ചെയ്ത് എല്ലാ നാട്ടിലേക്കും. അന്നത്തെ യാത്ര എങ്ങനെയാ? വാഹനങ്ങളില്ല, നടന്നുകൊണ്ടാണ് യാത്ര ചെയ്തത്. നടന്നുകൊണ്ട് ഒരുപാട് മൈലുകൾ താണ്ടി എന്നാണ്. അതേപോലെ തന്നെ യഅഖൂബ് ഇബ്നു സുഫിയാൻ അൽ ഫാരിസി, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം 30 വർഷത്തോളം യാത്ര ചെയ്തു അറിവിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് അറിവിന് വേണ്ടി യാത്ര ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട് 1000 ഷെയ്ഖുമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ്. 1000-ഓളം വരുന്ന ഉസ്താദുമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവിടൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഭയങ്കര പ്രയാസമാണ് യാത്ര എന്നുള്ളത്. കുടുംബക്കാരെ വിട്ടു നിൽക്കണം, സ്വന്തം ഭാര്യയെ വിട്ടു നിൽക്കണം, മക്കളെ വിട്ടു നിൽക്കണം. ഇതൊക്കെ വിട്ടു നിന്നുകൊണ്ട് എവിടേക്ക് പോകുകയാണ്? അറിവ് അന്വേഷിച്ചുകൊണ്ട് യാത്ര പോവുകയാണ്. സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അതൊന്നും വിലവെക്കാതെ യാത്ര പോവുകയാണ്. എന്നാൽ ഇന്ന് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ എന്താ? ഓനക്ക് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കും. അവിടെ താമസിക്കാനുള്ള മുറി എന്ത് ചെയ്യും? അവരാണ് അതിന് ചെലവിടുക. എല്ലാ സൗകര്യങ്ങളും അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കാലാണ്, എല്ലാ സൗകര്യങ്ങളും. എന്നിട്ടും ചില ആളുകൾ അവിടെ ചെന്നാലും എന്ത് ചെയ്യൂല, പഠിക്കാത്ത അവസ്ഥയാണ് ചിലപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്നാൽ അത് പോട്ടെ, അവിടെ മദീനയിൽ ഹലക്കകളുണ്ട്, മദീനയിൽ പള്ളികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദർസുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് എന്തില്ല, നമുക്ക് അതിൻ്റെ പേരിൽ ഫീസ് ഈടാക്കുകയൊന്നും ചെയ്യൂല. മറിച്ച് നമ്മൾ പോകാനുള്ള ചെലവ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കാണേണ്ടി വരും. അതുപോലും ചില ആളുകൾ പ്രയാസമായിട്ടാണ് കാണുന്നത്. അവിടെ വരെ പോകണ്ടേ, പൈസ ചെലവഴിക്കണ്ടേ എന്നൊക്കെയാണ് കാണുക. അതായത് നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലഫുകളുടെ മനോഭാവമേ അല്ല. നമുക്ക് ഇരുന്നിടത്തുനിന്ന് എന്ത് ചെയ്യണം, അറിവ് കിട്ടണം. അങ്ങനെ കിട്ടുന്ന അറിവിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത്, എത്രത്തോളം നമ്മൾ അറിവിന്റെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നോ അതിനനുസരിച്ച് അറിവ് എന്ത് ചെയ്യും, സ്ഥിരപ്പെടും. അതിനനുസരിച്ച് അള്ളാഹു നമുക്കൊരു തുറവി നൽകും.
അതായത് ഇഖ്ലാസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിലെത്താൻ എന്ത് പ്രയാസവും സഹിക്കും. എന്നാൽ ഇഖ്ലാസ് ഇല്ലെങ്കിലോ പ്രയാസങ്ങൾ സഹിക്കൂല. പ്രയാസങ്ങൾ സഹിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ട് മാറുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സമ്പത്ത് അറിവിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ? നമ്മുടെ സമയം അറിവിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യം അറിവിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്ന ഒരു ആലോചന നമ്മൾ നടത്തണം. അറിവിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നതെല്ലാം, അത് എത്ര ചെറുതാകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മോടൊന്ന് ചോദിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ യഥാർത്ഥ മതവിദ്യാർത്ഥികളാണോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉദു ആലിമൻ ഔ മുതഅല്ലിമൻ, ഒന്നുകിൽ നീ പണ്ഡിതനാകണം, അതല്ലെങ്കിൽ പഠിതാവാകണം എന്നാണ്. പഠിക്കുന്ന ആളാകണം. ഒരു മതവിദ്യാർത്ഥി ആകണമെങ്കിൽ പോലും ചില മര്യാദകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ പാലിക്കേണ്ടതുണ്ട്. കൃത്യമായ മര്യാദകൾ അവൻ പാലിക്കണം. നമ്മളൊന്നും മതവിദ്യാർത്ഥികളാണ് എന്ന് പറയാൻ പോലും എന്തല്ല, അർഹരല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കേൾവിക്കാരാണ്. നമ്മൾ മുസ്തമി ആണെന്തല്ല, മുതഅല്ലിം അല്ല എന്നുള്ളതാണ്. മുതഅല്ലിം ആണെങ്കിൽ ഓൻ എന്ത് ചെയ്യും? വന്നിരിക്കും, കയ്യിൽ എഴുതാനുള്ള ഒരു പേന ഉണ്ടാകും, ബുക്ക് ഉണ്ടാകും, പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരിക. മറ്റതിങ്ങനെ കേട്ടു പോവുകയാണ് ചെയ്യുക. ചില ആളുകളാണെങ്കിൽ കേട്ടു പോകുകയും ചെയ്യും, എന്നിട്ട് അവസാനം 10-ഒരു 8-9 മാർക്ക് ഇടുകയും ചെയ്യും. ഇവർക്ക് ഇത്ര മാർക്കാണ്, എന്ത് ചെയ്യും? മാർക്ക് ഇട്ടിട്ടാണ് ചില ആളുകൾ പോവുക. അവിടെയാണ് ചില മുൻഗാമികളൊക്കെ പറയാറുള്ളത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പറഞ്ഞ ഹദീസുകൾ ഉണ്ടാവും, ഖുർആനിന്റെ വചനങ്ങൾ ഉണ്ടാകും, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. അതല്ലാതെ ഒരാളുടെ പ്രസംഗം കേട്ട്, ഒരാളുടെ ഖുതുബ കേട്ട്, ഇവിടെ പറഞ്ഞത് അത്ര പോരാ, ഇന്നടുത്ത് പറഞ്ഞത് കുറച്ച് മാറ്റം വരുത്താനുണ്ട്, ഇങ്ങനെ, അതായത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് മനോഗതിയിലാണ് കേൾക്കുന്നത്? എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാലോചിച്ചിട്ടാണ് കേൾക്കുക. പൊതുവെ മലയാളികൾക്ക് എന്തുണ്ട്? അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്. മറ്റു രാജ്യക്കാരിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ മലയാളികൾ. മലയാളികൾക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ട്. ഇന്ത്യക്കാർക്ക് പിന്നെ പറയും വേണ്ട. അത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുതഅല്ലിം ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടൊക്കെ എടുത്തു വന്ന് അതിൽ നമുക്ക് കുറിക്കാൻ പറ്റുന്നതൊക്കെ കുറിക്കുക. അതാണ് യഥാർത്ഥ പഠിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ചുരുങ്ങിയ ഒരു പഠിതാവാകണമെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ യാത്രയുടെ വിഷയത്തിൽ അറിവ് തേടിക്കൊണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. എത്ര ദൂരെയാണ് നമുക്ക് പോകാൻ പറ്റുക, അത്രയും ദൂരം നമ്മൾ പോയി അറിവ് അന്വേഷിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകണം എന്നാണ്. ഷെയ്ഖിന്റെ മരണത്തിന് 1 മാസം മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫത്വകൾ കൊടുത്തിരുന്നു. 1 മാസം മുമ്പുള്ള സംഭവമാണ്. ഒരുപാട് ഫത്വകൾ കൊടുക്കുകയും, എന്നാൽ അതോടൊപ്പം അസർ മുതൽ ഇശാ വരെ വിദ്യാർത്ഥികൾ വന്നിട്ട് എന്ത് ചെയ്യും? കിതാബുകൾ വായിച്ചു കൊടുക്കും. അദ്ദേഹം കേൾക്കും, തിരുത്തേണ്ടടുത്ത് തിരുത്തി കൊടുക്കും, നിർദ്ദേശങ്ങൾ നൽകേണ്ടടുത്ത് നിർദ്ദേശങ്ങൾ നൽകും. പ്രബലമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഫിഖ്ഹിന്റെ വിഷയത്തിലൊക്കെ ഇതാണ് പ്രബലമായ അഭിപ്രായം, ഇതല്ല പ്രബലമായ അഭിപ്രായം എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളും കൊടുക്കും. അതോടൊപ്പം തന്നെ വായിക്കേണ്ട ചില പണ്ഡിതന്മാരുടെ ജീവിതങ്ങളുണ്ട് എങ്കിൽ അതും അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന പണ്ഡിതന്റെ ജീവിതം വായിക്കണം, അതിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടെന്നൊക്കെ 1 മാസം മുമ്പ് വരെ ഷെയ്ഖ് മരണപ്പെടുന്നതിന് 2 ദിവസത്തെ മുമ്പത്തെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് എന്തായിരുന്നു ഷെയ്ഖിന്റെ അവസ്ഥ എന്നുള്ളത്. അവിടെയാണ് പറയുന്നത്, ഷെയ്ഖിന്റെ അടുക്കൽ വന്നിട്ട് ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാണ്? വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഷെയ്ഖിന് വായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖിന്റെ ഒരു കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ അവിടെയുള്ള നേഴ്സിനോട് ചോദിച്ചു എന്നാണ്. ഒരു മെയിൽ നേഴ്സ് അവിടെ ഉണ്ട് ഷെയ്ഖിനെ നോക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു, തീരെ വയ്യ, ഡൈജഷൻ എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്, രാത്രി ഉറങ്ങിയിട്ടുമില്ല. വിദ്യാർത്ഥികൾ ഇങ്ങനെ വായിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയ്ഖിന്റെ ആരോഗ്യം പ്രധാനമാണല്ലോ, ആ ആരോഗ്യത്തെ മാനിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വായന നിർത്തണം എന്ന് പറഞ്ഞു. ഇത് ഷെയ്ഖിന് കേട്ടു. ഷെയ്ഖിന് ദേഷ്യപ്പെട്ടു എന്നാണ്. ഷെയ്ഖ് പറഞ്ഞു, വായന നിർത്താൻ പറ്റൂല, നിങ്ങൾ വായിച്ചോളി. മതവിദ്യാർത്ഥികൾ എൻ്റെ അടുക്കൽ വായിക്കാൻ വേണ്ടി വന്നവരാണ്, അവരെ നിങ്ങൾ എങ്ങനെയാണ് ആട്ടിപ്പായിപ്പിക്കുക? അവരെ നിങ്ങൾ അകറ്റാൻ പാടില്ല, അവരെൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് വായന തുടർന്നു എന്നാണ്. ആ വായിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഷെയ്ഖ് ഞരങ്ങാൻ തുടങ്ങി എന്നാണ്. ഷെയ്ഖിൻ്റെ ശബ്ദം അടറാൻ തുടങ്ങി, രോഗം മൂർജിച്ചു. അങ്ങനെ 2 ദിവസത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയ്ഖിൻ്റെ മരണ വാർത്ത കേൾക്കുന്നത് എന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ വരെ അറിവിൻ്റെ മാർഗത്തിലാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. മനസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് അറിവിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു സ്വർഗം എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ മരണത്തിൻ്റെ സന്ദർഭത്തിൽ പോലും ആ ഒരു മാർഗത്തിലായിരുന്നു ഷെയ്ഖ് ജീവിച്ചിരുന്നത്. മിനൽ മഖ്ബറ ഇലൽ മഹ്ബറ, മഖ്ബറ മുതൽ മഹ്ബറ വരെ എന്നാണ്.
അറിവ് നേടുന്നത് തൊട്ടിൽ മുതൽ മരണം വരെയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സഅദി റഹിമഹുല്ല അദ്ദേഹത്തിനും സമാനമായ ഒരു സംഭവമുണ്ട്. സെയിം ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിനും കടന്നു പോയിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരന്റെ കൂടെ, അദ്ദേഹത്തിന്റെ മക്കളുടെ കൂടെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ. അപ്പൊ മക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കാൻ വേണ്ടി ചില ആളുകൾ വന്നു. അപ്പൊ മകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഉപ്പ ഭക്ഷിക്കുകയാണല്ലോ, ഭക്ഷണം കഴിക്കുകയാണല്ലോ, ഉപ്പയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പൊ തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വന്നോളി എന്ന് പറഞ്ഞു. ഇത് ആര് കേട്ടു? ഷെയ്ഖ് സഅദി കേട്ടു എന്നാ. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് അവനെ പറഞ്ഞയച്ചതെന്ന് ചോദിച്ചിട്ട് മകനെ ശകാരിച്ചിട്ട് എന്ത് ചെയ്തു, ഓനെ വിളിച്ചു വരുത്തിയിട്ട് ഓന്റെ സംശയങ്ങളെല്ലാം ചോദിച്ച് സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവൻ എന്ത് ചെയ്യാൻ പറ്റൂല, അവനെ അകറ്റാൻ പറ്റൂല എന്നാണ്. അതേത് വിഷയത്തിലാണെങ്കിലും, ഇൽമിന്റെ വിഷയത്തിലാണെങ്കിൽ അത് വളരെ പ്രധാനമാണ് എന്ന് ഷെയ്ഖ് സഅദി മക്കൾക്ക് അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ. അതേപോലെ തന്നെ ആലു ഷെയ്ഖ് ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹജ്ജുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്തിരുന്നു എന്നാണ്. ചില പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട്. അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞത്, എനിക്ക് ഒരുപാട് അറിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പണ്ഡിതന്മാരിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവർക്ക് ഹജ്ജ് ചെയ്തതെന്നാണ്. അപ്പോൾ ഇൽമിനോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം നോക്കിയാൽ, എനിക്ക് ദീനിന് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്ത ഒരു വ്യക്തിയാണ്, അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു എന്നാണ്. ഇബ്നു അബ്ദുൽ ബർ എന്ന പണ്ഡിതന് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്തു, ഇമാം നബവിക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്തു, ഇമാം മുന്തിരിക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്തു, ഇബ്നു ഹസം ഈ പറയുന്ന പണ്ഡിതന്മാർക്കൊക്കെ വേണ്ടി ഹജ്ജ് ചെയ്തു എന്നാണ്. ഇബ്നു ഹസമിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇബ്നു ഹസം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയായ വ്യക്തി ഇസ്ലാമിനെ ആക്ഷേപിച്ചു എന്നാണ് കവിതയിലൂടെ. അന്ന് ഇബ്നു ഹസമിന് തീരെ വയ്യ. ഇബ്നു ഹസം വടി കുത്തിയിട്ട് എന്ത് ചെയ്തു, എഴുന്നേറ്റ് നിന്നിട്ട് അതിന് കവിതയിലൂടെ മറുപടി കൊടുത്തു. ഇത് വായിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഇബ്നു ഹസമിനോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യണം എന്നുകൂടി തോന്നിയെന്നാണ്. അതുമാത്രമല്ല, ഇബ്നു ഹസം ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് എന്ത് ചെയ്തത്, ഇബ്നു ഹസമിന് വേണ്ടി ഹജ്ജ് ചെയ്തതെന്നാണ്. അതായത് ഇൽമിന്റെ വിഷയത്തിൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കുകയാണ്, ഇൽമിന്റെ വിഷയത്തിൽ അദ്ദേഹം സക്കാത്ത് കൊടുത്തിരുന്നു. അവസാനിപ്പിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ചെറുപ്പത്തിലെ അയൽവാസികൾ വരെ സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ്. ഭയങ്കര തഖ്വ നിറഞ്ഞ ജീവിതമാണ് ചെറുപ്പത്തിലെ അദ്ദേഹം ജീവിച്ചത് എന്നാണ്. ചെറുപ്പത്തിലായിരിക്കെ തന്നെ അദ്ദേഹം രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ വലിയ കണിശത പുലർത്തിയിരുന്നു. അവസാന കാലമൊക്കെ ആയപ്പോൾ 11 മണിക്കാണ് അദ്ദേഹം രാത്രി നിസ്കരിക്കാൻ ആരംഭിക്കുക. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാത്രി നിസ്കാരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര രാത്രികളാണ് നമ്മൾ കിടന്നുറങ്ങി രാത്രി നിസ്കാരം നഷ്ടപ്പെടുത്തിയത്? എത്ര രാത്രികൾ, കമ്മിൻ ലൈൽ, ഒരുപാട് രാത്രികൾ. അതെന്ത് ചെയ്യണില്ല, നമ്മളിങ്ങനെ ഒരു സൈക്കിളിലൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ആ സൈക്കിളിന്റെ ഉള്ളിൽ അത് 2 ദിവസം നിസ്കരിക്കും, പിന്നെ വീണ്ടും നഷ്ടപ്പെടും, പിന്നെ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ നിസ്കരിക്കാൻ പരിശ്രമിക്കും, പിന്നെ ഒരുപാട് കാലം നഷ്ടപ്പെടും. അതായത് ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തിലില്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാതെ നമ്മൾ പിന്നെയും ആലോചിക്കുകയാണ്. അതായത് നമ്മുടെ ആലോചന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എന്തോ ഒരു ആസ്വാദനം കിട്ടാത്തതെന്നാണ്. എന്തുകൊണ്ട് ആസ്വാദനം കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാർ. നമ്മൾ എന്ത് ചെയ്യണില്ല, ചെയ്യേണ്ടതൊന്നും വളരെ കൃത്യമായി ചെയ്യണില്ല എന്നുള്ളതാണ്. ഷെയ്ഖിന്റെ ളുഹാ നിസ്കാരത്തെ കുറിച്ച് പറയുന്ന 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ളുഹാ നിസ്കാരം, മരിക്കുന്ന സന്ദർഭത്തിലൂടെ തൊട്ട് മുമ്പ് വരെ സുന്നത്ത് നോമ്പിന്റെ വിഷയത്തിൽ വളരെ വലിയ കണിശത. റമദാൻ കഴിഞ്ഞു, എത്ര മാസങ്ങൾ പിന്നിട്ടു, എത്ര സുന്നത്ത് നോമ്പുകൾ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് ആത്മാർത്ഥമായി നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. എത്ര സുന്നത്ത് നോമ്പുകൾ? അപ്പൊ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ ഇബാദത്തിലൂടെയും വല്ലാത്ത നിർവൃതി, വല്ലാത്ത സന്തോഷം, അതിരറ്റ ആഹ്ലാദം അവർക്ക് അതിലൂടെയെല്ലാം ലഭിച്ചിരുന്നു. ഇനി നമ്മുടെ സുന്നത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ എത്ര സുന്നത്തുകളാണ് നമ്മൾ ഒഴിവാക്കുന്നത്, അശ്രദ്ധയോടുകൂടി ഒഴിവാക്കുന്നത്. ഇന്ന് വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് വന്ന എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആളുകൾക്ക് മറുപടി പറയാൻ പറ്റും? വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് വരിക എന്നുള്ളത് സുന്നത്താണ്. ആ സുന്നത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, പാലിക്കാൻ പറ്റണില്ല. അതേപോലെ തന്നെ അങ്ങനെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യേണ്ട സൂറത്ത്, ആ സൂറത്തുകൾ കഴിഞ്ഞ ദിവസം എത്ര ആളുകൾ പാരായണം ചെയ്തിട്ടുണ്ട്? സുന്നത്ത് നോമ്പുകൾ എത്ര ആളുകൾ നോക്കുന്നുണ്ട്? അപ്പൊ ഇങ്ങനെ ലിസ്റ്റാക്കി കഴിഞ്ഞാൽ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. ആ സുന്നത്തുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടെടുക്കണം. അങ്ങനെ സുന്നത്തിന്റെ വിഷയത്തിലും ഖുർആന്റെ വിഷയത്തിലും അറിവിന്റെ വിഷയത്തിലുമെല്ലാം കണിശതയുള്ള ആളുകളാകുമ്പോഴാണ് യഥാർത്ഥ ദീനിന്റെ രുചി നമുക്ക് രുചിക്കാൻ സാധിക്കുക. 26 വർഷം ഫത്വ ബോർഡിൽ ഉണ്ടായിട്ട് പോലും ഷെയ്ഖ് ഓരോ ഫത്വ പറയുമ്പോഴും അത് അവസാനിപ്പിക്കുമ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അല്ലാഹു അഅലം, അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ
എന്നാൽ നമ്മുടെ ചില സാധാരണക്കാരും ചില മതവിദ്യാർത്ഥികൾ പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മര്യാദ പാലിക്കുന്നില്ല എന്നാണ്. ഫത്വകൾ ഇങ്ങനെ കൊടുക്കും, എന്നാൽ എന്ത് പറയണില്ല, അവസാനം അള്ളാഹു ആലം എന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും എന്ത് മറുപടി പറഞ്ഞാലും അള്ളാഹു ആലം എന്ന ദീനിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ അവസാനം പറയണം. അത് വിനയത്തിന്റെ ഒരു അടയാളാണ്. വിനയത്തിന്റെ ഒരു അടയാളാണ്. കേൾക്കുന്ന ആളുകൾക്ക് അത് എന്ത് ചെയ്യും, വലിയൊരു സന്ദേശമാണ്, നന്മയുടെ സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹു ആലം എന്ന് നമ്മൾ പറയുന്നതാണ്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ കൈകളിലല്ലാത്തത്, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾ അത്തരം ചോദ്യങ്ങളിലേക്ക് പോവുകയോ അതിന് ഉത്തരം പറയാൻ പോവുകയോ നമ്മൾ ചെയ്യേണ്ടതില്ല. മറിച്ച് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തിനാണ് വെറുതെ സാധിക്കാത്ത ഒരു കാര്യം നമ്മൾ അതിൽ പെട്ടുപോയി പിന്നെ അതിൻ്റെ തിന്മ കൂടി നമ്മൾ പേറേണ്ട ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് അത്തരം വിഷയത്തിലൊക്കെ വളരെ വലിയ സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇനി ഷെയ്ഖിന്റെ ഉപദേശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥവത്തായ ഉപദേശങ്ങൾ ഷെയ്ഖ് നൽകിയിട്ടുണ്ട്. അതിലൊന്നു മാത്രം സൂചിപ്പിക്കുകയാണ്. ഷെയ്ഖ് പറയാണ്, ചില ഉലമാക്കളുണ്ട് അവർ ഫിഖ്ഹിൽ നല്ല ഉഷാറായിരിക്കും, തഫ്സീറിന്റെ വിഷയത്തിൽ അഗ്രഗണ്യരായിരിക്കും, ഹദീസിന്റെ വിഷയത്തിൽ പറയുകയും വേണ്ട, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അവർക്ക് കൃത്യമായി അറിയുന്നുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊണ്ടുവെക്കാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. അവരുടെ ഹൃദയത്തിലാകട്ടെ ഒരുപാട് ഇലാഹുകൾ, ഒരുപാട് ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും. ബദവീനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഹുസൈനിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നിങ്ങനെ ഷെയ്ഖ് ഓരോ ആളുകളെയും എടുത്തു പറയാം. എന്നാലോ അവർക്ക് ചില വിഷയത്തിൽ വളരെ വലിയ ഇൽമുണ്ടാകും, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ യാതൊരു ഇൽമുമില്ല. അവർ ലഫ്ള് കൊണ്ട്, ഉച്ചാരണം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നല്ലാതെ ആശയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ അവരത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? പറഞ്ഞു കഴിഞ്ഞാൽ ആശയം സ്വീകരിക്കൽ നിർബന്ധമാണ്. അതുപോലും ഇവിടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണില്ല, മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മരണം എന്നത് ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. വല്ലാത്ത വിഷമമാണ് ഓരോ പണ്ഡിതന്മാരുടെ മരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് റബീഇന്റെ മരണവാർത്ത നമ്മൾ കേൾക്കുകയും അതിൻ്റെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തത്. ഇപ്പോൾ അള്ളാഹുൽ മുസ്തആൻ ആലു ഷെയ്ഖിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഓരോ സന്ദർഭം ഉണ്ടാകുമ്പോഴും സംസാരിക്കുക എന്നത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. ഓരോ പണ്ഡിതന്മാരും മരണപ്പെട്ടു പോവുകയും എന്നാൽ അതിന് പകരമായി ആളുകൾ വരുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല ആലു ഷെയ്ഖിന് അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അദ്ദേഹത്തിന് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പണ്ഡിതന്മാർ സഞ്ചരിച്ച ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും അറിവിൻ്റെയും അമലിൻ്റെയും വിഷയത്തിൽ വളരെ കൃത്യത കാത്തു സൂക്ഷിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ മാധുര്യവുമെല്ലാം നുകർന്നുകൊണ്ട് ഇബാദത്തിൽ ഏർപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.